അസ്സലാമു അലൈക്കും. എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു. മാഷാ അല്ലാ, അൽഹംദുലില്ലാ, ഞാനിവിടെ സുഖമായിട്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല മഴയാണ്. നമ്മൾ ലാസ്റ്റ് വീഡിയോ ഇട്ട ദിവസം മഴ പെയ്തതേ ഇല്ലായിരുന്നു കേട്ടോ. നല്ല വെട്ടവും കാറ്റും ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ കൊടുങ്കാറ്റും പേമാരിയുമാണ് കേട്ടോ. നല്ല മഴയാണ്, നിർത്താതെയുള്ള മഴയാണ് കേട്ടോ. ഇടവേള ഇട്ടിട്ടുള്ള മഴയാണ്. അപ്പോൾ ദേ ഇന്നിപ്പോൾ വീഡിയോ എടുപ്പ് നടക്കുമെന്നൊന്നും എനിക്കറിയത്തില്ലായിരുന്നു കേട്ടോ. അത്രയ്ക്ക് നല്ല മഴ. പിന്നെ പ്രധാന വിഷയം, തലേന്ന് വൈകുന്നേരം പോയ കറണ്ടാണ് ഇപ്പോഴാണ് കേട്ടോ വന്നത്. അപ്പം മൊബൈലിലൊന്നും ചാർജ് ഇല്ലായിരുന്നു. പിന്നെ പെട്ടെന്ന് തന്നെ കറണ്ട് വന്നപ്പോൾ കുത്തിയിട്ടു. കറണ്ട് വന്നും പോയും തന്നെ നിൽക്കുകയാണ് കേട്ടോ. ഇപ്പോൾ വീഡിയോ അപ്ലോഡ് ആക്കാൻ പറ്റുമോ എന്നൊന്നും എനിക്കറിയത്തില്ല. ഉള്ള ചാർജിൽ എഡിറ്റ് ചെയ്യാനായിട്ട് ഇരുന്നതാണ്. സൗണ്ടും കൊടുക്കുന്നുണ്ട്. പറ്റിയാൽ നമ്മൾ ഈ വീഡിയോ അപ്ലോഡ് ആക്കും. ഇല്ല എന്നുണ്ടെങ്കിൽ നാളെ പ്രതീക്ഷിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ദേ രാവിലെ പാത്രങ്ങളെല്ലാം എടുത്തുകൊണ്ട് പോയി മുറ്റത്തിട്ട് തേച്ച് കഴുകുന്നുണ്ട്. മഴയൊന്ന് തോർന്നപ്പോൾ ഇറങ്ങിയതായിരുന്നു കേട്ടോ അനിയത്തി. പെട്ടെന്ന് തന്നെ വീണ്ടും അടുത്ത മഴയുണ്ട്. എന്നാലും അവൾ നനഞ്ഞുകൊണ്ട് തന്നെ മഴയെല്ലാം കൊണ്ടുകൊണ്ട് പാത്രങ്ങളെല്ലാം തേച്ച് കഴുകി എടുത്തിട്ടുണ്ടായിരുന്നു. രാവിലെ ആദ്യത്തെ പണി രാവിലത്തെ കാപ്പി ഉണ്ടാക്കലും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞു കേട്ടോ. രാവിലെ മുട്ടക്കറിയും ദോശയായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നേരെ തന്നെ അടുപ്പ് കത്തിക്കാൻ ഒരുപാട് സമയം എടുത്തു കേട്ടോ. കാരണം നമ്മുടെ അടുപ്പിൻ്റെ മൊത്തവും വെള്ളം നിറഞ്ഞ് കിടക്കുമായിരുന്നേ. എന്നാലും ആ ഉള്ള ഉണങ്ങിയ ചാരമൊക്കെ നമ്മൾ അതിലേക്ക് ഇട്ട് തന്നെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തെടുത്ത് നമ്മൾ ചാരം വാരിയിട്ട് ഇങ്ങനെ ഒരു കവറിൽ സൂക്ഷിച്ച് വെക്കും കേട്ടോ. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എന്തെങ്കിലുമൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ. പിന്നെ പാത്രമൊക്കെ കഴുകാൻ വേണ്ടി, പാത്രം മീൻസ് എന്ന് പറയുന്നത് നമ്മൾ അടുപ്പിലൊക്കെ വെക്കുന്ന പാത്രം കഴുകാൻ വേണ്ടിയിട്ട് എടുക്കുന്നത് ചാരം കൊണ്ടിട്ടാണ് കേട്ടോ. അത് ഇട്ട് കഴുകുമ്പോൾ നല്ലതുപോലെ വൃത്തിയാവും. അതുകൊണ്ട് ആ ചാരം ഒന്നും കളയാറില്ല. ആ ചാരമൊക്കെ വാരിയിട്ട് മണ്ണെണ്ണ ഉണ്ടെങ്കിൽ എളുപ്പം അങ്ങ് കത്തി പിടിച്ചേനെ കേട്ടോ. മണ്ണെണ്ണയൊന്നും ഇല്ലായിരുന്നു. എങ്ങനെയെങ്കിലുമൊക്കെ നമ്മളൊന്ന് കത്തിച്ചെടുത്തിട്ടുണ്ട്. നേരെ ചോറ് വെക്കാനുള്ള പരിപാടിയാണ് കേട്ടോ. ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് ഉച്ചയൂണാണ്. ഇപ്പം മീനൊന്നും കഴിച്ചുവിടാമെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ ഇപ്പോൾ 2-3 ദിവസമായിട്ട് മീനൊന്നും മേടിക്കുന്നില്ല കേട്ടോ. എന്നാലും മീൻ കറി ഇല്ലാത്തതുകൊണ്ട് ആ ഒരു വിഷമമുണ്ട്. പിന്നെ ഉണക്കമീൻ അപ്പോൾ മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. മത്തിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ കടയിൽ പോയപ്പോഴും ഞാനും മേടിച്ചിട്ടുണ്ട്. മത്തിയും ചെറിയ കൊഞ്ചുണ്ടല്ലോ, കൊഞ്ചിൻ്റെ ഉണക്കമീൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ വാപ്പ വന്നപ്പോൾ മത്തിയുടെ ഉണക്കമീൻ കൊണ്ടുവന്നതുകൊണ്ട് അത് വെച്ചിട്ട് മാങ്ങയൊക്കെ ഇട്ടിട്ട് കറിയാക്കാമെന്ന് വിചാരിക്കുകയാണ്. പിന്നെ മോര് കറിയും ഒരു തോരനും മുരിങ്ങയിലയും ചക്കക്കുരുവൊക്കെ ഇട്ടിട്ടുള്ള ഒരു തോരനും ഒക്കെ ആക്കാം. പിന്നെ സോയാബീൻ ഇരിപ്പുണ്ട്. അത് പാത്തുക്കുട്ടിക്ക് വറുത്തും കൂടെയൊക്കെ കൊടുക്കാം. അങ്ങനെ ഇനി നമ്മളെ മീൻ കഴിപ്പ് ആ ഒരു ഇത് ഇല്ലാതാവുമെന്ന് തോന്നുന്നു കേട്ടോ. എനിക്കൊന്നും അറിയത്തില്ല. എന്തായാലും മീൻ വെടുപ്പ് നമുക്ക് കഴിച്ചില്ലെന്നേ ഉള്ളൂ. അസുഖങ്ങളൊന്നും വരുത്തി വെക്കേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ തന്നെ പനി ഒരുപാടുണ്ട് കേട്ടോ. ഒരുപാട് അസുഖക്കാരൊക്കെ ഉള്ള വീടാണെങ്കിൽ പിന്നെ പറയുകയും വേണ്ട. അപ്പോൾ എന്താ, മീൻ മോഹം ഇനി അങ്ങ് ഒഴിവാക്കിയേക്കാം അല്ലേ. അപ്പോൾ നല്ല നാടൻ ഫുഡിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് ഇന്ന്. അങ്ങനെ മുരിങ്ങയിലൊക്കെ വലിക്കാനായിട്ട് അനിയത്തി പോയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഒന്ന് മഴ തോർന്നിട്ടുണ്ടെങ്കിലും നല്ല കോളുണ്ട്, ഇരുട്ട് അടച്ച് കിടക്കുക. പിന്നെ കറണ്ട് വന്ന പാടെ എല്ലാത്തിനുള്ള അരപ്പൊക്കെ ഞാൻ അങ്ങ് അരച്ചു വെച്ചു കേട്ടോ. അല്ലെങ്കിൽ പിന്നെ കറണ്ട് പോയി കഴിഞ്ഞാൽ ഇപ്പോഴൊന്നും നോക്കണ്ട കേട്ടോ. ചിലപ്പോൾ ഈ ഒരു ദിവസം വന്നില്ലെന്നും ഇരിക്കാം. അപ്പോൾ ദേ ഞാൻ മുരിങ്ങയിലൊക്കെ എടുത്തുകൊണ്ട് വന്ന് അതൊക്കെ ഒന്ന് അരിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. കറണ്ട് പോയി വന്ന് നിൽക്കുന്നതുകൊണ്ട് നമുക്ക് ഈ അരിയുന്നതും പറക്കുന്നതൊന്നും വീഡിയോ എടുക്കാനൊന്നും പറ്റത്തില്ല. നമ്മുടെ മീൻ കറിയൊക്കെ ഇവിടെ റെഡിയായി വന്നപ്പോഴത്തേക്ക് ഞാൻ അതിലേക്ക് കുറച്ച് താളിച്ച് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ച് വെളിച്ചെണ്ണ, കടുക്, ഉലുവ, പിന്നെ കുറച്ച് വെളുത്തുള്ളി ഒന്ന് ചതച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ് ഈ ചതച്ചിട്ട് താളിച്ചെടുക്കുമ്പോഴത്തേക്കും. പിന്നെ കുറച്ച് കൊച്ചുള്ളിയും കരിവേപ്പിലയും കുറച്ച് മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് നമ്മൾ കറിക്ക് ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അതേ ചട്ടിയിൽ തന്നെ അതുപോലെ ഒന്ന് താളിച്ചെടുത്തിട്ട് മോര് കറിയും കൂടെ സെറ്റാക്കി എടുത്തിട്ട് കേട്ടോ. നല്ല കട്ടിയുള്ള കുറുകിയ മോര് കറിയായിരുന്നു കേട്ടോ. ഞാൻ ശരിക്കും പറഞ്ഞാൽ തക്കാളി ഇടാതെ മോര് കറി ഉണ്ടാക്കത്തില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് തക്കാളി ഇട്ടിട്ടുള്ള മോര് കറിയും തക്കാളി ഇട്ടിട്ടുള്ള രസമൊക്കെ. ഇപ്പം തക്കാളി ഇരിപ്പില്ല കേട്ടോ. അതുകൊണ്ട് പിന്നെ അങ്ങ് മോര് കറി ഉണ്ടാക്കിയെടുത്തു. ഇതിനിടയ്ക്ക് ചക്കക്കുരു ഞാൻ അടുപ്പിലോട്ടാക്കിയിട്ടുണ്ട്. അതുപോലെ കുറച്ച് ഉണക്ക കപ്പ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അതും കൂടെ അങ്ങ് അടുപ്പിലോട്ടാക്കിയിട്ടുണ്ട്. കപ്പ നമ്മൾ ഇടയ്ക്കൊന്ന് ഉണക്കി വെച്ചിട്ടുള്ളതായിരുന്നു കേട്ടോ. നല്ല വെയിലൊക്കെ ഉള്ള സമയത്ത് കുറച്ചധികം കപ്പ കൊണ്ടുവന്നപ്പോഴത്തേക്കും അതൊന്ന് വെട്ടി ഉണക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ഞാനങ്ങ് കുക്കറിലോട്ടാക്കി കൊടുത്തിട്ടുണ്ട്. ഇന്ന് നമുക്ക് ഗ്യാസൊക്കെ കിട്ടി കേട്ടോ. അത് വലിയ ഉപകാരമായി. ഇല്ലെങ്കിൽ ചോറിനൊലിക്കുന്ന അടുപ്പുമായിട്ട് നമുക്ക് മുന്നോട്ട് പാചകം ചെയ്യാനും ഒന്നും ഉണ്ടാക്കി വിശപ്പിന് കഴിക്കാനും ഒന്നും പറ്റാത്തൊരവസ്ഥയായി പോവേ. പിന്നെ അതേ കുറച്ച് സോയാബീൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. തിളച്ച വെള്ളത്തിലിട്ട് വെക്കുക. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുന്നത്. എൻ്റെ റെസിപ്പി ഒന്ന് പറഞ്ഞു തരാവേ. കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുക്കുക. ഇത് രണ്ടും ഒഴിവാക്കാൻ പറ്റത്തില്ല കേട്ടോ. നല്ല ടേസ്റ്റിൽ നമുക്ക് കഴിക്കാം. ഇതുണ്ടാക്കി വെച്ചാൽ കാലിയാവുന്ന വഴിയേ അറിയത്തില്ല. പിന്നെ കുറച്ച് ചിക്കൻ മസാല, ലേശം മുളക് പൊടി കേട്ടോ, ലേശം മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക. വെളിച്ചെണ്ണ ശകലം ഒഴിച്ചിട്ട് വേണം നമ്മളതിൽ മസാല ഒന്ന് പുരട്ടിയെടുക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ഇത് കാണത്തില്ല കേട്ടോ. മസാലയൊന്നും പിടിക്കാതെ വന്നു കഴിഞ്ഞാലേ നല്ലതുപോലെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ട് കൈ കൊണ്ടൊന്ന് തിരുമ്മി പിടിപ്പിക്കുക. ഉപ്പും കൂടെ ഇട്ട് കൊടുക്കണേ.
അത്രയേ ഉള്ളൂ. കുറച്ച് മുളക് പൊടി, കുറച്ച് ചിക്കൻ മസാല, ഗരം മസാലപ്പൊടി കേട്ടോ, അത് പറഞ്ഞില്ലല്ലേ, കുറച്ച് ഗരം മസാല, ഇഞ്ചി വെളുത്തുള്ളി അരച്ചത്, ആവശ്യത്തിനുള്ള ഉപ്പ്, കുറച്ച് വെളിച്ചെണ്ണയിൽ നന്നായിട്ട് പുരട്ടി അതും കൂടെ വറുക്കാനിട്ടു. പക്ഷേ വറുത്തെടുക്കുമ്പോൾ എന്തോ ചെയ്യേണ്ടതെന്ന് അറിയാമോ, ലേശം കുറച്ച് വെളിച്ചെണ്ണ വേണം ഒഴിക്കാനായിട്ട്. ഒരുപാട് വെളിച്ചെണ്ണയിൽ നമ്മൾ പൊരിച്ചെടുക്കാനായിട്ട് നിന്ന് കഴിഞ്ഞാൽ വെളിച്ചെണ്ണ തികയാതെ ആയിപ്പോകും കേട്ടോ. അങ്ങനെ അതും കൂടെ ഫ്രൈ ചെയ്തെടുത്ത് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. കരിഞ്ഞു പോകരുത്, ഇളക്കി കൊടുക്കുക. നമ്മളങ്ങ് എണ്ണയിലിട്ടിട്ടങ്ങ് പോകാൻ നിൽക്കരുത് കേട്ടോ. അങ്ങനെ നമ്മുടെ സോയാബീൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. കപ്പ ഒന്ന് ഉടഞ്ഞു കിട്ടിയിട്ടില്ലായിരുന്നു കേട്ടോ, എന്നാലും വെന്ത് കിട്ടിയിട്ടുണ്ട്, നമുക്ക് കഴിക്കാൻ പാകത്തിനായിട്ടുണ്ട്. അതിലേക്കും കുറച്ച് അരപ്പിട്ട് കൊടുത്തിട്ട് നമ്മൾ സാധാരണ ചക്കയ്ക്കൊക്കെ ഇട്ട് അരക്കത്തില്ലേ, അതേ അരപ്പ് തന്നെ. അതുപോലെ തന്നെ നമ്മൾ തോരനിലും അരപ്പൊക്കെ ഇട്ട് നമ്മളെ മുരിങ്ങയില ചക്കക്കുരു തോരനും ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഈ മാങ്ങയായിട്ടുള്ള ഉണക്കമീൻ കറി. ശരിക്കും ഈ ഉണക്കക്കപ്പയുടെ കൂടെ ഈ ഉണക്കമീൻ കറി ആയിരിക്കും ചിലപ്പോൾ ചേരുന്നതെന്ന് എനിക്ക് തോന്നിപ്പോയി. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ മോര് കറിയും സോയ ഫ്രൈയും ഒക്കെ ആയിട്ട് ഇന്നത്തെ ഊണ് കഴിച്ചിട്ടുണ്ട്. ഇതുപോലെ ഒരു മഴയൊക്കെ ഉള്ള സമയത്ത് ഇതുപോലെ നല്ല അട്ടാറൊരു ഊണ് കിട്ടിക്കഴിഞ്ഞാൽ സൂപ്പറല്ലേ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വിശേഷം. കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണം. ആദ്യമായി നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തിട്ട് സപ്പോർട്ട് ആക്കിയേക്കണേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നാളെ കണ്ടുമുട്ടാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും, ടാറ്റാ.